ഉഴവുകൂലി ഉൾപ്പെടെ ആനുകൂല്യങ്ങൾക്കായി ഷൊർണൂരിൽ കർഷകർ പ്രക്ഷോഭത്തിലേക്ക്. രണ്ടാം വിള മുണ്ടകൻ കൃഷിയുടെ ഉഴവുകൂലി 10 മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. കൃഷി ഫീൽഡ് ഓഫീസറുടെ നിരുത്തരവാദ സമീപനമാണ് ഉഴവുകൂലി മുടങ്ങാൻ കാരണമായതെന്ന് കർഷകർ ആരോപിക്കുന്നു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഇനിയും ലഭിക്കാത്തതും കർഷകരെ കടക്കെണിയിലാക്കി. ഷൊർണൂർ കൃഷിഭവൻ പരിധിയിലെ 15 പാടശേഖര സമിതികളിലായി 1100 ഏക്കറിലേറെ സ്ഥലത്ത് കൃഷി ചെയ്ത കർഷകർക്ക് രണ്ടാം വിള ഉഴവുകൂലി ഇനിയും ലഭിച്ചിട്ടില്ല. ഹെക്ടറിന് 7200 രൂപയാണ് ഉഴവുകൂലി. സമീപ തദ്ദേശ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഈ തുക വളരെ കുറവാണെങ്കിലും ഉള്ള തുക പോലും സമയത്ത് ലഭ്യമാക്കാതെ സ്പില്ലോവറാക്കി ഉദ്യോഗസ്ഥർ പാഴാക്കിയെന്ന് കർഷകർ ആരോപിക്കുന്നു. സമീപ പഞ്ചായത്തുകളിൽ എല്ലാം ഉഴവുകൂലി വിതരണം പൂർത്തിയായി കഴിഞ്ഞു. മാർച്ചിന് മുമ്പ് ഉഴവുകൂലി പോലും നൽകാതെ കർഷകരെ ദ്രോഹിച്ച കൃഷി ഫീൽഡ് ഓഫീസറെ നഗരസഭ 100% പദ്ധതി നിർവഹണത്തിൻ്റെ പേരിൽ അനുമോദിച്ചിരുന്നുവെന്നും ഇതേറെ വിചിത്രമാണെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി. ഷൊർണൂരിലെ ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും കർഷക വിരുദ്ധ നിലപാട് സങ്കടകരമാണെന്നും കൃഷിഭവൻ ഉപരോധമുൾപ്പെടെ വലിയ പ്രക്ഷോഭത്തിന് കൃഷിക്കാർ ഒരുങ്ങിക്കഴിഞ്ഞെന്നും കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ പറഞ്ഞു. പ്രതികരിക്കാൻ ആരുമില്ല എന്നൊരു പരാതി കർഷകരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി രൂക്ഷമായൊരു പ്രക്ഷോഭം കർഷകരുടെ ഭാഗത്ത് ഉണ്ടാവും. അത് ഉണ്ടായാൽ മാത്രമേ ഇത് അനുവദിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടേക്ക് നീങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം 10 മാസമായിട്ടും ഒരു പൈസ കിട്ടുന്ന ആനുകൂല്യമൊന്നും കിട്ടാതെ കൊണ്ട് ഞങ്ങൾ അവകാശമാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് അത് അവതാരില്ല. അത് അനുവദിക്കാൻ തയ്യാത്ത ഉദ്യോഗസ്ഥന്മാരെ ഈ അനാസ്ഥ, അത് നോക്കാൻ ആരുമില്ല, അതൊക്കെയാണ് ഇവിടെ വളരെ വിഷയം. അപ്പോൾ കർഷകരുടെ കാര്യങ്ങൾ പറയാൻ ഇവിടെ ഒരാളും ഇല്ലാത്ത സ്ഥിതിയായിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത് തന്നെ ഇതിന് അടുത്ത് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റി കൃഷിഭവൻ ഉപരോധിക്കലും അതിന് നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. കർഷകരുടെ നേതൃത്വം അതിൽ യാതൊരു ജാതി പറഞ്ഞ രാഷ്ട്രീയ ഭേദം ഉണ്ടാവില്ല. എല്ലാ കർഷകരും സഹകരിച്ച് ഞങ്ങൾ അതിന് ചെയ്യുന്നുള്ള ആ ഒരു മുന്നറിയിപ്പാണ് തരുന്നത്. ഇതൊരു സൂചനയായിട്ട് കണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ അനുസരിച്ച് തരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കീടബാധയുൾപ്പെടെ വലിയ പ്രതിസന്ധികൾ നേരിട്ട കർഷകർക്ക് ആശ്വാസ സഹായങ്ങൾ പോലും ലഭ്യമാക്കാത്തത് നിരാശാജനകമാണ്. രണ്ടാം വിള നെല്ല് സംഭരിച്ച തുക 5 മാസം പിന്നിട്ടിട്ടും സപ്ലൈകോ നൽകിയിട്ടില്ല. വകുപ്പ് മന്ത്രിമാർക്കും കലക്ടർക്കും നഗരസഭാ ചെയർമാനും ഉൾപ്പെടെ പാടശേഖര ഏകോപന സമിതി പരാതി നൽകിയിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അധികൃതർ ഇത്തവണ നെൽവിത്ത് വിതരണത്തിൽ വരുത്തിയ അനാസ്ഥ മൂലം പലരും കൃഷിയിറക്കാനാകാത്ത ഗതികേടിലായെന്നും എല്ലാ അർത്ഥത്തിലും ഷൊർണൂരിലെ കർഷക സമൂഹം വൻ പ്രതിസന്ധിയിലും കടക്കെണിയിലുമാണെന്നും കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി സി ബിജു പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ കൃഷിഭവന് കീഴിലുള്ള 15 പാടശേഖര സമിതികൾ ഉൾപ്പെട്ട ഏകദേശം 650 കർഷകർക്ക് 2023-24 വർഷത്തെ രണ്ടാം വിള ചെയ്തതിൻ്റെ നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഉഴവുകൂലി ഞാറ് നട്ട് 10 മാസമായിട്ടും അനുവദിക്കപ്പെട്ടില്ല. ഷൊർണൂർ നഗരസഭ ചെയർമാനുമായി ബന്ധപ്പെട്ടപ്പോൾ മാർച്ച് 15-ാം തീയതിക്കകം സ്റ്റേറ്റ്മെൻറ്റ് കൃഷിഭവനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞാണ്. മുൻകാലങ്ങളിൽ ഞാറ് നട്ടിട്ട് 15 ദിവസത്തിനുള്ളിൽ കിട്ടിയിരുന്ന ഫണ്ടാണ് കൃഷി വകുപ്പ് ഫീൽഡ് ഓഫീസറുടെ ഉത്തരവാദിത്തമില്ലാത്തതുകൊണ്ട് കർഷകർക്ക് കിട്ടാതിരിക്കുന്നത്. ഞാറ് നട്ട് നെൽകൃഷി 10 മാസം കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് നെല്ലും കയറ്റി പോയിട്ട് ശേഷവും ഫണ്ട് വയ്ക്കാത്തത് മൂലം കർഷകർ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കൃഷി വകുപ്പിൽ നിന്ന് കിട്ടുന്ന STR സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതിക്കുള്ള ഹെക്ടറിന് 5500 രൂപ കൃഷി വകുപ്പിൽ നിന്ന് അനുവദിക്കപ്പെട്ടില്ല. പല കർഷകരും വലിയ കടക്കണിയിലാണ്. മാത്രമല്ല ലോണ്, അതുപോലെ ഗോൾഡ് ലോണ് പലിശക്കാരന് വാങ്ങിയ കൃഷി വിറ്റ് ഇത് പൈസ കിട്ടാതെ കർഷകർ നട്ടതിരിക്കുകയാണ്. അധികാരികളുടെ കർഷകദ്രോഹ നയങ്ങൾ മൂലം ഷൊർണൂരിൽ തരിശുനിലങ്ങൾക്ക് വ്യാപ്തിയേറുകയാണ്. തരിശുപാടങ്ങൾ നികത്തുന്നതിന് മാഫിയ സംഘങ്ങൾ ഒരു വശത്ത് സജീവമായി രംഗത്തുമുണ്ട്. പദ്ധതി നിർവഹണത്തിൽ വീഴ്ച വരുത്തിയവർക്ക് മാസശമ്പളം മുടങ്ങുന്നില്ല. അവർ അനുമോദിക്കപ്പെടുന്നു. കഞ്ഞിക്ക് വഴിമുട്ടി കർഷകർ അലയുമ്പോൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ.